ഈ പ്രകാശൻ അറിയപ്പെടുന്നത് പ്രകാശ് പയ്യാനക്കൽ എന്നുള്ള പേരിലാണ്. ഒരുപക്ഷെ പ്രകാശ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഏത് പ്രകാശം എന്ന് ചോദിച്ചാൽ പ്രകാശ് പയ്യാനക്കൽ എന്ന് പറയാം. നമ്മുടെ പയ്യാനക്കൽ എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ പയ്യാനക്കലുള്ള ആൾക്കാരൊക്കെ പ്രകാശനെ പോലെ അല്ല, പ്രകാശനെ പോലെ ആണോന്നല്ല, പ്രകാശനെ പോലെ ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളാണോ? കോഴിക്കോട് ടൗണിൽ ഏറ്റവും കൂടുതൽ തമാശക്കാരുള്ളത് പയ്യാനക്കലാണ്. ഇന്നത്തെ കുട്ടികളല്ല. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്രായത്തിലുള്ള മുതിർന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ടൈറ്റിലെ പേരുണ്ടാക്കുന്നൊക്കെ പയ്യാനക്കാരാണ്. ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ 4 ആൾ ഇപ്പോൾ ആർക്ക് വന്നു, എവിടെയാ വീട്, ഞാൻ പുന്നമ്പാടം കാരാട്, വേറൊരാൾ പരിചയപ്പെടാൻ വന്നു, ഞാൻ തിരുവണ്ണൂർ, ഞാൻ കൂട്ടുപള്ളി. അപ്പോൾ ആ പരിചയപ്പെടാൻ വന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് കയ്യരുക. ആർക്ക് വന്നിട്ട് കൂട്ടുപള്ളി, തിരുവണ്ണൂർ. വേറെ പയ്യാനക്കുള്ള ഒരുത്തൻ ചെന്നിട്ട് ചോദിക്കുക, മറ്റേ ആൾ ചോദിക്കും, നിങ്ങളെവിടെയാ? പയ്യാനക്കല്ല. അത് എന്തിനാ ചിരിക്കണമെന്നറിയില്ല. ഒന്നാമത് ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഉച്ചക്ക് കണ്ടുകൂടാന്നുള്ള ഇൻ്റർനാഷണലായിട്ട് ഒരു പേര് പയ്യാനക്കാർക്ക് ഉച്ചക്ക് കണ്ടുകൂടാന്ന്. അപ്പോൾ അതിനെക്കൊണ്ട് എന്താ പറയുക, അവിടെ എല്ലാവരും തമാശക്കാരാണ്. അതിലൊരു ചെറിയൊരു കഥ ഞാൻ പറയാം. എന്നോട് വേറെ ആൾ പറഞ്ഞു തന്നെ, എൻ്റെ ഒരു ചെറുപ്പത്തിൽ അവിടെ കുറേ കുമാരന്മാരുണ്ട്. കുമാരൻ എന്ന് പറഞ്ഞാൽ കുമാരന്മാർ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ളതല്ല ഉദ്ദേശിച്ചത്, പേര് 4-5 കുമാരന്മാരുണ്ട്. അവരൊക്കെ അന്നൊക്കെ നാടറാക്ക് നന്നായിട്ട് കിട്ടും പോയാണെങ്കിൽ ഓരോ ചില വീടുകളിലൊക്കെ വെക്കും. അതൊക്കെ കഴിച്ച് ഞായറാഴ്ചകളൊക്കെ പിന്നെ നല്ല രസമായിരിക്കും ഇവർക്ക്. അതിൽ കുറേ കുമാരന്മാരുണ്ട്. അതിലൊരു കുമാരൻ്റെ പേര് പത്തുകുമാരൻ. 10 കുമാരൻ. മുമ്പ് 10 ആളെ ചോറുന്നുള്ളൂ. അപ്പോൾ 10 ആളെ ചോറുന്നുള്ളൂ, വെള്ളമൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനെക്കൊണ്ട് മുപ്പർക്ക് കല്യാണക്കത്ത് അവർ കൊടുക്കൂല. മുപ്പര് വീട്ടിൽ മാത്രം കല്യാണക്കത്ത് കൊടുക്കില്ല. കാരണം അന്ന് ആകെ 10 ആളെ ചോറ ഉണ്ടാവുള്ളൂ ഒരു കല്യാണത്തെ കുളമ്പായി. അതൊന്നായിട്ട് തിന്നോളൂ. പിന്നെ മുട്ടുകുമാരൻ, ഭയങ്കര മുട്ടാണ്. മൂപ്പര് എവിടുന്ന് ഓടി വന്നൊരു മുട്ടുകാറില്ല. അതിനെക്കൊണ്ട് മൂപ്പരാണ് ആരും കളിക്കില്ല. മുട്ടുകുമാരൻ. പിന്നെ ബൾബ് കുമാരൻ. ബൾബ് കുമാരൻ മനസ്സിലായില്ല. ബൾബ് അതല്ല, ബൾബ് കുമാരൻ പറഞ്ഞാൽ എല്ലാവരും കൂടി ചിരിച്ചാടും. കണ്ണൂരൊക്കെ ചിരിച്ചിട്ട് എടുക്കുക. മൂപ്പര് അച്ഛനെ കുത്തിക്കൊന്ന ആളെ കണ്ടവരെ ചിരിച്ചിട്ടുണ്ട്. മൂപ്പര് അച്ഛനെ കുത്തിക്കൊന്ന ആളെ കണ്ടപ്പോൾ അങ്ങനെ അതാ മൂപ്പർക്ക് ബൾബ് വരും. പിന്നെ അങ്ങനെ കുറേ കുമാരന്മാരുണ്ട്. പിന്നെ വേറൊരു കുമാരുണ്ട് അവിടെ, ഒരു ടൈലറാണ്, ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരുന്നു. ആ മൂപ്പര് ടൈലറാണ്. മൂപ്പര് പ്രത്യേകത, ഞാൻ മൂപ്പര് ജീവിതത്തിൽ ഷർട്ടിട്ട് കണ്ടില്ല. മുണ്ട കൊടുക്കുക, വെള്ള മുണ്ട കൊടുക്കുക. പക്ഷേ ഈ ഞായറാഴ്ചകളിൽ പിന്നെ ടൈലർ ഷാപ്പ് ലീവല്ലേ, അന്നും ഉണ്ടാവും ഈ ടൈപ്പ് തോളിൽ, ഫുൾ ടൈം ടൈപ്പ് തോൾ. ഉറങ്ങുമ്പോഴൊക്കെ ടൈപ്പ് തോളിണ്ടാവും അവർക്ക്, അതില്ലാതെ ഉറങ്ങുമല്ലോ അവർ. ഒരു സുബല എല്ലാവരും കൂടി ഇങ്ങനെ നാടൻ റാക്കും കുടിച്ച് പറഞ്ഞ് സന്തോഷമായിട്ട് നിർത്തി. കുറേ കഴിഞ്ഞപ്പം ഈ ടൈലർ കുമാരേട്ടൻ വീട്ടിലേക്ക് ഊണിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ പയ്യാനക്കൽ എൻ്റെ വീടാണ്. അതിന് മുന്നിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ പിന്നെ പെട്ടെന്നാണ് മുട്ടുകുമാരേട്ടനെ പിട്ടുകുമാരൻ എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പിട്ടുത്തുന്ന ആളാണ്. അപ്പോഴാണ് മുട്ടുകുമാരനെ കത്തിയെടുത്ത് കുത്തി കച്ചലുണ്ടായിട്ട്. അത് സ്ഥിരം നടക്കുന്നതാണ്, അത് വലിയ പ്രശ്നമൊന്നുമല്ല അവർക്ക്. കുറച്ച് വേദന ഉള്ളതായപ്പം ഈ പിന്നെ ടൈലർ കുമാരേട്ടന് മുന്നിൽ കൂടെ ഓടുക, പുട്ടുകുത്തി. അപ്പോൾ ഈ മറ്റേ ടൈലർ കുമാരേട്ടനെ അറിയില്ല തിന്ന സംഭവം. ഉപ്പരേറ്റ് എന്താ തിന്നാൻ വിളിക്കാച്ചൊരു ഉപ്പരറിഞ്ഞിങ്ങനെ പുട്ടുകുത്തിയിട്ടെങ്കിൽ ചൂടാറിനതിൻ്റെ മുമ്പ് ഈ എടുത്ത് തിന്നാളാ, ഞാൻ വീട്ടിൽ പോയി ചോറുന്നോളാം. ഭയങ്കര തമാശക്കാരാ പയ്യാനക്കാര്. പൊട്ടൻ പൊട്ടക്കാരി.